ഹായ് എവരിബഡി. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മുഗൾ കാലഘട്ടത്തിലെ നികുതി ഭരണം, റവന്യൂ അഡ്മിനിസ്ട്രേഷൻ, നികുതി സമ്പ്രദായം എങ്ങനെയാണ്. ഈ നികുതി അക്ബർ ചക്രവർത്തി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് നികുതി പരിഷ്കാരം എന്ന് പറയുന്നത് ഷേർഷാ കൊണ്ടുവന്ന സമ്പ്രദായമായിരുന്നു. പിന്നീട് അതിനകത്ത് ചില പോരായ്മകൾ ഉണ്ടാവുകയും അത് മാറ്റി പുതിയൊരു നികുതി സമ്പ്രദായത്തിലേക്ക് മാറുകയും ചെയ്തു. അക്ബറിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാദേശിക നികുതി പിരിവ് ഉദ്യോഗസ്ഥന്മാരുണ്ടായി. കറോറികൾ, അമീൽ, അമൽ ഗുസാർ, അതുപോലെ കാനുങ്കോസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് നികുതി ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിരുന്നു. നികുതി യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ടോട്ടൽ ഉൽപ്പന്നത്തിന്റെ 1/3 ഷെയറാണ് നികുതിയായിട്ട് പിരിച്ചെടുത്തിരുന്നത്. അക്ബറിന്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ചില നികുതി പരിഷ്കാരങ്ങളും നികുതി സമ്പ്രദായങ്ങളുടെ പോരായ്മ കൊണ്ട് അക്ബറിന്റെ കാലഘട്ടത്തിൽ വിദഗ്ധനായിട്ടുള്ള രാജ ടോഡർമാലിനെ പോലെയുള്ള ആളുകൾ നികുതി സമ്പ്രദായങ്ങൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അങ്ങനെ അക്ബറിന്റെ കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളിലായിട്ട് നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളാണ് ഒന്ന് ദഹസാല സിസ്റ്റം, ദെൻ ജപ്തി സിസ്റ്റം. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിലനിന്നത്. പിന്നീട് ബത്തായ് ഗലബക്ഷി, നസക് തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങളും ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ടോഡർമാലാണ് അക്ബറിന്റെ കാലഘട്ടത്തിലെ നികുതി പരിഷ്കാരങ്ങൾ ഡിസൈൻ ചെയ്തത്. അക്ബറിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നികുതി പരിഷ്കാരങ്ങളിലൊന്നാണ് ദഹസാല സിസ്റ്റം. ദഹസാല സിസ്റ്റത്തിലൂടെ നികുതി തീരുമാനിക്കുന്നത് കഴിഞ്ഞുപോയ 10 വർഷത്തെ ഉൽപ്പന്നം എത്രത്തോളം ഉൽപ്പന്നം ഉണ്ടായി, അതിന്റെ വില എത്രയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ശരാശരി എടുത്തിട്ട് ആ ശരാശരിയുടെ 1/3 വിഹിതം സ്റ്റേറ്റിന്റെ ഷെയർ അല്ലെങ്കിൽ നികുതിയായിട്ട് തീരുമാനിക്കുക, അത് പണമായിട്ട് അടക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു 10 വർഷത്തെ ശരാശരിയാണ് എടുക്കുന്നത്. 10 എന്ന ഒരു ടേമിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ദസ് എന്നുള്ള ഒരു ടേമിൽ നിന്നാണ് ദഹസാല എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു പേര് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് ജപ്തി സിസ്റ്റം. രാജ ടോഡർമാലാണ് ഇത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ടോഡർമാൽസ് ബന്ദോബസ്ത് സിസ്റ്റം എന്ന് അറിയപ്പെടാറുണ്ട്. ഇത് ദഹസാല സിസ്റ്റത്തിന്റെ ഒരു പരിഷ്കൃത രൂപമാണ്. അപ്പം അതിനുവേണ്ടി പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പല അസസ്മെന്റ് സർക്കിളുകൾ രൂപീകരിച്ചു. അല്ലെങ്കിൽ ഒരു പർഗാന മുഴുവനായിട്ട് ഒരേ പ്രൊഡക്ടിവിറ്റി, ഓരോ ഉൽപാദന ക്ഷമത ഉള്ളതുകൊണ്ട് ഒരേ സർക്കിളാണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. എന്നിട്ട് ഈ പ്രദേശത്തിലെ ഭൂമിയുടെ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവ് അല്ലെങ്കിൽ കൃത്യമായി ഒരു മുളവടി ഉപയോഗിച്ചുകൊണ്ട്, ജാരിബ് എന്നറിയപ്പെടുന്ന മുളവടി ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി കർഷകനുമായി നേരിട്ട് ഉദ്യോഗസ്ഥന്മാർ അഥവാ നികുതി ഉദ്യോഗസ്ഥന്മാർ കർഷകരുമായി നേരിട്ട് ഒരു തീരുമാനിക്കുന്നതാണ് ജപ്തി സിസ്റ്റത്തിലെ നികുതി. അപ്പൊ കർഷകരും രാജാവിന്റെ ഉദ്യോഗസ്ഥരും നികുതി ഉദ്യോഗസ്ഥരും നേരിട്ടാണ് ഒരു തീരുമാനത്തിലെത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ കർഷകർക്ക് ഇതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടായി. ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഒരു കൃഷി പരാജയപ്പെടുകയാണെങ്കിൽ, മൺസൂൺ അല്ലെങ്കിൽ വരൾച്ച കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരന്തങ്ങൾ കൊണ്ട് കൃഷി ഒരു തകർച്ച നേരിടുകയാണെങ്കിൽ അത് അറിയുമായിരുന്ന ഉദ്യോഗസ്ഥർ അതിനകത്ത് ഇളവൊക്കെ നൽകിയിരുന്നു. അപ്പൊ ഈ ഒരു പരിഷ്കാരം, ജപ്തി പരിഷ്കാരം, നോർത്തേൺ പ്രദേശത്തില് മാൾവ, ഗുജറാത്ത്, ലാഹോർ, അലഹബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അക്ബറിന്റെ കാലഘട്ടത്തിൽ നടപ്പിൽ വരുത്തിയിരുന്നത്. വേറൊരു പരിഷ്കാരമാണ് ബത്തായ് ഓർ ഗലബക്ഷ. ബത്ത അല്ലെങ്കിൽ ഒരു ഷെയർ, ഒരു പങ്ക് എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് കർഷകൻ കൃഷി ചെയ്തതിന്റെ വിളവെടുക്കുന്ന സമയത്ത് വിളവുകളെ 3 തുല്യമായിട്ടുള്ള വിഭാഗമായിട്ട് തരംതിരിക്കും. അതിലെ ഒരു ഷെയർ സ്റ്റേറ്റിന് നികുതിയായിട്ട് കൊടുക്കും. അതാണ് ബത്തായ് ഗലബക്ഷി എന്ന് പറയുന്ന സമ്പ്രദായം. ഇത് നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫലപ്രദമായി നടപ്പിലാവുന്ന ഒരു സമ്പ്രദായമാണ്.
വിളവെടുക്കുന്ന സമയത്ത് വരുന്ന ഉദ്യോഗസ്ഥന് കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ആവശ്യമാണ്. അതോടൊപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വേണമായി. പിന്നീടുള്ള ഒരു പരിഷ്കാര ഒരു സമ്പ്രദായമാണ് നെസക് എന്നറിയുന്നത്. ചില ചരിത്രകാരന്മാർ ഇതൊരു ഒരു റവന്യൂ അസസ്മെന്റ് സംവിധാനമല്ല, പകരം കർഷകരുടെ നികുതി കുടിശ്ശിക തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് മാത്രം കരുതുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒരു കർഷകന്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നികുതിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു പരുക്കൻ രൂപത്തിൽ, ഒരു കൃത്യമല്ലാത്ത രൂപത്തിൽ ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തുന്ന ഒരു സമ്പ്രദായമാണ് നെസക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട നികുതി സമ്പ്രദായങ്ങളാണ് അക്ബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ്, ഭൂമിയുടെ വിഭജനം ഓൺ ദ ബേസിസ് ഓഫ് കൾട്ടിവേഷൻ. ഭൂമിയിൽ കൃഷി ചെയ്യുന്നത്, എത്ര തവണ കൃഷി ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ 4 പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പൊളാജ് എന്ന് പറയുന്നത് കൾട്ടിവേറ്റഡ് ഇൻ എവ്രി ഇയർ, എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ഭൂമിയാണ് പൊളാജ് ലാൻഡ്. പരൗത്തി എന്ന് പറയുന്നത് കൾട്ടിവേറ്റഡ് ഇൻ ആൾട്ടർനേറ്റീവ് ഇയേഴ്സ്, 2 വർഷത്തിൽ ഒരിക്കൽ കൃഷി ചെയ്യുന്നു, രണ്ടാമത്തെ വർഷം അത് തരിശായിട്ട് നിലനിർത്തുന്നു. അത്തരം ഭൂമിയാണ് പരൗത്തി ലാൻഡ് എന്ന്. ചെച്ചാർ ലാൻഡ് എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 2-3 വർഷം തരിശാക്കി ഇടുന്ന ഭൂമിയാണ്, അല്ലെങ്കിൽ 3-1 വർഷം കൃഷി ചെയ്യുന്ന ഭൂമിയാണ് ചച്ചാർ ലാൻഡ് എന്ന് പറയുന്നത്. ബഞ്ചാർ ലാൻഡ് എന്ന് പറയുന്നത് 4 വർഷമോ അതിലേറെയോ തരിശാക്കിയിടുന്ന ഭൂമിയാണ് ബഞ്ചാർ ലാൻഡ്. കൃഷി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ 4ആയി തരംതിരിക്കുന്നു. ഇനി മറ്റു ചില പരിഷ്കാരങ്ങൾ അക്ബർ ഈ നികുതി പരിഷ്കാരത്തെ മെച്ചപ്പെടുത്തുന്ന, നികുതി സമ്പ്രദായത്തെ മെച്ചപ്പെടുത്തുന്ന അക്ബറുടെ കാലഘട്ടത്തിൽ കുറെ നടപടികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നികുതി ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അമീൽ ഗുസാർ തുടങ്ങിയിട്ടുള്ള ആളുകളോട്, കർഷകരോട് ഒരു പിതൃവാത്സല്യത്തോടെ പെരുമാറാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കർഷകർക്ക് അഡ്വാൻസ് ലോൺ അദ്ദേഹം അനുവദിച്ചിരുന്നു. തക്കാവി എന്ന് പറയുന്നത് കർഷകർക്ക് നൽകിയിരുന്ന അഡ്വാൻസ് ലോണാണ്. കർഷകരുടെ വിത്ത് വാങ്ങുന്നതിന്, കാർഷിക ഉപകരണങ്ങൾ, കന്നുകാലികളൊക്കെ വാങ്ങുന്നതിനുള്ള ലോൺ അനുവദിച്ചിരുന്നു. അതാണ് തക്കാവി ലോൺ. അതോടൊപ്പം ജമീന്ദാർമാരും കുറച്ചൊക്കെ സഹകരണ മനോഭാവം നിലനിർത്തിയിരുന്നു. അതിന്റെ കാരണം ജമീന്ദാർമാരാണ് പരമ്പരാഗതമായി ഈ കൃഷിഭൂമിയിലെ ഷെയർ പിരിച്ചെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ കർഷകർക്ക് പരമ്പരാഗതമായി ആ ഭൂമിയിൽ കൃഷി ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ കർഷകരെ, നികുതി കൃത്യമായി കൊടുക്കുന്ന കർഷകരെ അതിൽ നിന്ന് മാറ്റുക ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നങ്ങളില്ലാത്ത അക്ബറിന്റെ കാലഘട്ടത്തിൽ സമ്പ്രദായം പോയി എന്നാണ് പറയപ്പെടുന്നത്. അക്ബറിന്റെ കൊണ്ടുവന്ന ഈ പരിഷ്കാരം മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനം വരെ, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഈ സമ്പ്രദായം നിലനിൽക്കുന്നത്. ഇനി ഭൂമിയെ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 വിഭാഗമായിട്ട് തരംതിരിക്കാറുണ്ട്. ഭൂമി എന്ന് പറയുന്നത് കൃഷിഭൂമി എന്ന് മാത്രമല്ല, എല്ലാ ഭൂമിയെയും ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആയിട്ട് തരംതിരിക്കും. ഒന്നാണ് ഖലീസ ലാൻഡ്. ഖലീസ ലാൻഡ് എന്ന് പറയുന്നത് ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ്. അത് രാജകുടുംബത്തിലെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിന്, കൊട്ടാരത്തിലെ ഔദ്യോഗികമായ കാര്യങ്ങൾക്ക്, രാജാവിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയാണ് ഖലീസ ലാൻഡ്. ഡയറക്ട്ലി ഓൺഡ് ബൈ കിങ് ഓർ ദ റൂളർ. രണ്ടാമത്താണ് ഇനാം ലാൻഡ്. ഇതിന്റെ ഈ ഖലീസ ലാൻഡിൽ നിന്നും സമ്മാനമായിട്ട് മുസ്ലിം പുരോഹിതന്മാർക്ക്, മതപുരോഹിതന്മാർക്ക് ദാനമായിട്ട് കൊടുക്കാറുണ്ട്. അത് നികുതിരഹിത ഭൂമിയാണ്. ഈ ഖലീസ ലാൻഡും നികുതി ചുമത്താറില്ല, ഇനാം ലാൻഡും നികുതി ചുമത്താറില്ല. അപ്പൊ മുസ്ലിം തിയോളജിയൻസിന്, പണ്ഡിതന്മാർക്ക്, അതോടൊപ്പം തന്നെ മതസ്ഥാപനങ്ങൾക്കും ഈ ഭൂമി നൽകാറുണ്ട്. ഇതെല്ലാം നികുതിരഹിത ഭൂമിയായിട്ടാണ് സാധാരണഗതിയിൽ നൽകാറുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി. മൂന്നാമത്തെ ഭൂമിയാണ് ഏറ്റവും കൂടുതലുള്ളത്, ജാഗിർ ഭൂമി, ജാഗിർ ലാൻഡ്. ഇത് മാൻസബ്ദാർമാർക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭരണാധികാരികൾക്ക്
അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് നൽകുന്നതാണ്. അവിടുത്തെ നികുതി പിരിച്ചെടുക്കാനുള്ള അവകാശം അത് നൽകപ്പെട്ട ആളുകൾക്കാണ്. അല്ലെങ്കിൽ ജാഗിർ ലാൻഡിലെ ഭൂമി അല്ലെങ്കിൽ നികുതി പിരിച്ചെടുക്കുന്നതും അവിടുത്തെ ഭരണം നടത്തുകയും ജാഗിർദാറാണ്. അദ്ദേഹം മാൻസബ്ദാർ കൂടിയാണ്. അങ്ങനെയുള്ള 3 നികുതികൾ. പിന്നീട് ഗ്രാമങ്ങളിലെ ജമീന്ദാർമാര് അല്ലെങ്കിൽ ഗ്രാമ മുഖ്യന്മാരുടെയൊക്കെ ഭൂമിയുണ്ട്. പരമ്പരാഗതമായി അവർ കൈമാറ്റം ചെയ്യപ്പെടുന്ന, അവര് കൃഷി ചെയ്യുന്ന, കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് ഷെയർ വാങ്ങിക്കുന്ന ഭൂമിയുണ്ട്. അത് പുറമെയുള്ള ഭൂമിയാണ്. ജാഗിർ ലാൻഡ് അല്ലെങ്കിൽ ജാഗിർ ഭൂമി ജാഗിർദാരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് കിടക്കും. മുഗൾ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സമ്പ്രദായമാണ് ജാഗിർദാരി സിസ്റ്റം. ഇത് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇക്ത സിസ്റ്റം പോലെ തന്നെയാണ്. അപ്പോൾ മുഗൾ ഭരണ കാലഘട്ടങ്ങളിൽ മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി നൽകപ്പെട്ടിരുന്ന ഭൂമിയാണ് ജാഗിർ ഭൂമി എന്നറിയുന്നത്. ഇത് ഇക്ത ലാൻഡ്, സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഇക്ത ലാൻഡ് പോലെ തന്നെയാണ്. അങ്ങനെ നൽകപ്പെട്ട ഭൂമി ജാഗിർ ഭൂമി അവിടുത്തെ നിയമം അല്ലെങ്കിൽ അവിടുത്തെ ക്രമസമാധാനം, അവിടുത്തെ നികുതി പിരിവ്, അവിടുത്തെ ഭരണമെല്ലാം നടത്തുന്നത് ആ ഭൂമി നൽകപ്പെട്ട മാൻസബ്ദാറാണ് അല്ലെങ്കിൽ ജാഗിർദാറാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചെലവുകൾ ഈ പിരിച്ചെടുത്ത ഷെയറിൽ നിന്നും ജാഗിർ ഭൂമിയിൽ നിന്നും പിരിച്ചെടുത്ത നികുതിയിൽ നിന്നും ചെറിയൊരു സർപ്ലസ് മാത്രമാണ് കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലേക്ക്, ഖജനാവിലേക്ക് കിട്ടേണ്ടതുള്ളൂ. ബാക്കി അദ്ദേഹത്തിന്റെ സൈന്യത്തെയും അദ്ദേഹത്തിന്റെ അശ്വസൈന്യ കുതിരപ്പുകളൊക്കെ നിലനിർത്തുന്നതിന് അദ്ദേഹത്തിന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് ജാഗിർദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത്രയുള്ള കാര്യങ്ങളാണ് മുഗൾ കാലഘട്ടത്തിലെ നികുതി പരിഷ്കാരവുമായി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.